നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയും അൻവറിന്റെ ശക്തിയും LDFന് പ്രതിരോധത്തിലാക്കുമെന്ന് തീർച്ച. മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിട്ടും 10,000-ഓളം വോട്ട് നഷ്ടമായത് CPM ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ആര്യടൻ മുഹമ്മദ് അവസാനമായി വിജയിച്ച 2011 LDFന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചെങ്കിലും പാർട്ടി വോട്ടുകൾ ഭദ്രമല്ലെന്ന് തന്നെയാണ് ഫലം വ്യക്തമാക്കുന്നത്. 2021 നേടിയതിൽ നിന്ന് 14,567 വോട്ടുകളാണ് LDFന് നഷ്ടമായത്. UDFന് 790 വോട്ടുകളും നഷ്ടമായപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ പിടിച്ച 19,670 വോട്ടുകൾ എവിടെ നിന്ന് ചോർന്നുവെന്നത് വ്യക്തമാണ്. അൻവർ 6,000-ഓളം വോട്ടുകൾ നേടുമെന്നായിരുന്നു വോട്ടെടുപ്പിന് ശേഷം ബൂത്ത് തലങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ LDF കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ അതിന്റെ 3 ഇരട്ടി അൻവർ വോട്ട് പിടിച്ചു. LDF പ്രതീക്ഷിച്ചതുപോലെ അൻവറിന് UDFൽ നിന്നും വോട്ടുകൾ ലഭിച്ചതുമില്ല. പാർട്ടി സംവിധാനങ്ങൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ട് കണക്ക് പാടെ തകിടം മറിഞ്ഞതും പ്രവർത്തകരെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ RSS പരാമർശം തിരിച്ചടിയായെന്ന് പ്രാദേശിക നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അനവസരത്തിൽ നടത്തിയ പരാമർശം പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയെന്ന് വ്യക്തം. RSS CPM ബന്ധം കൂടുതൽ ആരോപിക്കുന്ന അൻവറിനാണ് വിവാദം കൂടുതൽ ഗുണകരമായത്. UDF വിരുദ്ധ വോട്ടുകളും അൻവറിന് ലഭിച്ചതോടെ LDF ഗ്രാഫ് താഴുകയായിരുന്നു. നിയമസഭാ സീറ്റ് കൂടുതൽ കാലവും UDF ആണ് കൈവശം വെച്ചതെങ്കിലും മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും ഇരുമുന്നണികൾക്കും മാറി മാറി ഭരണം ലഭിക്കാറുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിലെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് ഇരട്ട പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ വോട്ട് ചോർച്ചയാണ് CPMൽ കൂടുതൽ ചർച്ചയ്ക്കിടയാക്കുന്നത്. ആര്യടൻ ഷൗക്കത്തിന് 3,967 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ ലഭിച്ചത്. നഗരസഭാ ഭരണസമിതിക്കെതിരെയും വിമർശനം ഉയരാനിടയുണ്ട്. നഗരസഭയിൽ 33 അംഗ കൌൺസിലിൽ 10 പേർ മാത്രമാണ് പ്രതിപക്ഷത്തുള്ളത്. മികച്ച ഭൂരിപക്ഷം നേടിയതോടെ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. LDF ഭരിക്കുന്ന പോത്തുകൽ, അമരമ്പലം പഞ്ചായത്തുകളിലെ വോട്ട് ചോർച്ചയും CPMൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇരു പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം നേടാനാകുമെന്നായിരുന്നു LDF പ്രതീക്ഷ. അമരമ്പലത്ത് UDFും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടങ്ങളിലെല്ലാം അൻവർ LDF വോട്ട് കൊണ്ടുപോയതായാണ് ഫലം വ്യക്തമാക്കുന്നത്. UDF ഭരിക്കുന്ന കരുളായിൽ നേരിയ ലീഡ് നേടിയതോടെ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ LDFനുണ്ട്. പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കാനായത് കരുളായിൽ ഫലം കണ്ടുവെന്നാണ് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ചലനാത്മകമായ പ്രവർത്തനം തുടർന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് CPM നീക്കം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.